പ്രസംഗമല്ല. ഇതാരോ ഒരാളെ രക്ഷിക്കാൻ ഒരാളുടെ ഹൃദയത്തിൽ നിന്നും ഉയർത്തുന്ന നിദാനമാണ്. മാന്യ ജഡ്ജിമാരെ, ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്തിനെ പറ്റിയാണ്, ഒരു സഹപാഠിയെ പറ്റിയാണ്. അവൻ ഇന്നില്ല. അവൻ നമ്മളെപ്പോലെ ഒരുപാട് വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടതും നമ്മളെപ്പോലെ അമ്മയുടെ ചെരുവിരൽ പിടിച്ച് സ്കൂളിൽ എത്തിയതുമാണ്. അവൻ ഇന്നില്ല. ലഹരി അവനെ പിടിപെട്ടു. ഇത് വെറും ഒരു കഥയല്ല, ഇത് ഓരോ വീട്ടിലും ഓരോ ഹൃദയത്തിലുമുള്ള യാഥാർത്ഥ്യമാണ്. മയക്കുമരുന്ന് വീഞ്ഞിന്റെ രൂപത്തിൽ വന്നു, പക്ഷേ മധുരമല്ല, വിഷമാണ് അതിൻ്റെ അടിത്തട്ടിൽ. എന്താണ് ഇതിനെയൊക്കെ നമ്മളെ പുറകിലായി നയിക്കുന്നത്? ഒറ്റയ്ക്കിരിക്കുക, ഏകാന്തത, ഹൃദയത്തിൽ ഒതുങ്ങാത്ത വേദന, സ്നേഹക്കുറവ്. അതെ, ഒരമ്മയുടെ സ്നേഹവും കരുതലും പോരായ്മയായി മാറിയപ്പോൾ അവൻ ലഹരിയെയാണ് തിരഞ്ഞെടുത്തത്. അതുമല്ല കാരണമെങ്കിൽ സ്വപ്നങ്ങൾ കാണാതെ, അതുമല്ല കാരണമെങ്കിൽ നൊമ്പരങ്ങൾ മറക്കാനായി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരമ്മയുടെ സ്നേഹം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? എങ്ങനെ ഒരമ്മയുടെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാം? ഞാൻ പറയാം. 9 കിലോയുടെ ഒരു കല്ല് വയറിൽ കെട്ടി 9 മണിക്കൂർ നടക്കണം. നമുക്കായി അവൾ ആ തളിനീര്, ആ അമ്മ നമുക്കായി അവൾക്കുള്ളത് എല്ലാം ഉപേക്ഷിച്ച് വെച്ച് വഴി പൊളിച്ചു വെച്ചപ്പോൾ നമുക്കെങ്ങനെ ഇത്തരം വഴിയിൽ ചാടാൻ കഴിയും? ഞാനിപ്പോൾ ഓർക്കുന്നത് ഡോക്ടർ BR അംബേദ്കറിനെയാണ്. സ്വന്തം ജീവിതത്തിൽ അദ്ദേഹം വിദ്യാലയത്തിൽ പോകുമ്പോൾ ക്ലാസ് റൂമിൽ ഇരിക്കാതെ, അതിനുള്ള അധികാരമില്ലാതെ, കുട്ടികളുടെ കൂടെ ഇരിക്കാനുള്ള അധികാരമില്ലാതെ, ഭക്ഷണം കഴിക്കാൻ എല്ലാവരുടെയും കൂടെ ഇരിക്കാനുള്ള ഒരു അധികാരമില്ലാതെ, വെള്ളം കുടിക്കാൻ പോലും താഴ്ന്ന ജാതിയിൽ ജനിച്ചതുകൊണ്ട് അവനാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടന എഴുതി ഇന്ത്യനെ മാറ്റിമറിച്ചത്. അവൻ്റെ ആ ഏകാന്തതയും അവൻ്റെ ആ വേദനയും നെഗറ്റിവിറ്റിയുടെയും സമയത്ത് അവൻ ലഹരിയെയല്ല എടുത്തത്. അതേപോലെ രാവിലെ എഴുന്നേറ്റ് രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ പോയി പത്രം എടുത്ത് നാട്ടു മുഴുവൻ വിതരണം ചെയ്ത് ഇന്ത്യയുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹവും ഈ ദാരിദ്ര്യത്തെ മാറ്റാൻ ലഹരിയല്ല തിരഞ്ഞെടുത്തത്, സ്വപ്നങ്ങളാണ് തിരഞ്ഞെടുത്തത്. ലഹരിയിലൂടെ കുട്ടികൾക്ക് മാത്രമല്ല, കുട്ടികളുടെ മാതാപിതാക്കളും അവരുടെ ജീവിതവും അവരുടെ കഷ്ടപ്പാടും അവരുടെ വേദനയും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രതീക്ഷയുടെ അർത്ഥം വ്യർത്ഥമാവുകയാണ് ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പരീക്ഷണമാണ്. ഒരു വശത്ത് ഒരു എലിക്കുഞ്ഞിനെ വെച്ചു, അതിന് ഒരു വശത്ത് വെള്ളവും മറ്റൊരു വശത്ത് ലഹരിയും വെച്ചു. അത് തിരഞ്ഞെടുത്തത് ലഹരിയാണ്. പക്ഷേ മറ്റൊരു വശത്ത് ഒരു കൂട്ടം എലികളെ വെച്ചു, അവിടെയും ഇതേ നിയമങ്ങൾ തന്നെ. ഒരു വശത്ത് വെള്ളവും ഒരു വശത്ത് ലഹരിയുമാണ്. പക്ഷെ അവരവിടെ തിരഞ്ഞെടുത്തത് ലഹരിയല്ല, വെള്ളമാണ്. എന്തുകൊണ്ട്? ഇവർ നമ്മളോട് പറയുന്നത് ഒറ്റപ്പെട്ട മനസ്സിൽ വിഷം കയറിയേക്കാം, പക്ഷേ സ്നേഹത്തിൻ്റെ തലോടലിലുള്ളവർക്ക് ആ വിഷം വേണ്ട. കൂട്ടുകാരെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കൂട്ടുകാർക്ക് ഒരു പ്രാവശ്യം മാർക്ക് കുറഞ്ഞുപോയി, പരീക്ഷയിൽ തോറ്റുപോയി. അതുകൊണ്ടല്ലേ അവർ ലഹരിയിലേക്ക് അടിമപ്പെട്ടത്. നമ്മുടെ ഒരു കൈത്താങ്ങ്, നമ്മുടെ ഒരു സ്നേഹം, നമ്മുടെ ഒരു കരുതൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ജീവിതം നമുക്ക് രക്ഷിക്കാൻ സാധിച്ചേനെ. ഒരു ജീവിതമല്ല, 1000 ജീവിതം രക്ഷിക്കാൻ സാധിച്ചേനെ. എങ്ങനെ? കാരണം ഓരോ തുള്ളി വെള്ളവും ഒരു വലിയ പാറക്കല്ലിൻ്റെ മുകളിൽ തുടർച്ചയായി വീണുകൊണ്ടിരുന്നാൽ അമ്മ സത്യം, ഒരു ദിവസം ആ പാറക്കല്ല് ചിതറിത്തെറിച്ച് കഷ്ണങ്ങളില്ലാതാകും. ആ ഒരു തുള്ളി വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയ ശക്തി ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഉള്ളിലുള്ള ശക്തി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.